കുട്ടികളിലെ സോഷ്യൽ മീഡിയ ഉപയോഗം കുറച്ച് കുറയ്ക്കണമെന്ന് തോന്നിയിട്ടില്ലേ? എപ്പോൾ ചോദിച്ചാലും ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തും ഇങ്ങനെ. അമ്മ എന്തുണ്ടമ്മ വിശേഷം, സുഖമല്ലേ? ബന്ധുക്കൾ വന്നാലും ചേട്ടാ സുഖമല്ലേ? കണ്ണെടുത്ത് അങ്ങോട്ട് പുറത്തോട്ട് നോക്കുന്ന പരിപാടിയില്ല. മൊബൈൽ ഫോണിലോ ടാബിലോ ആണ് നമ്മുടെ കുട്ടികൾ എന്നുള്ളത് വീട്ടുകാരെല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഈ കുന്തമൊന്ന് താഴെ വെച്ചിട്ട് വരുമോ എന്ന് എത്ര അമ്മമാർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്കറിയാം. നിങ്ങളെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരാൻ പോകുന്നു. കുട്ടികളിലെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ പ്രായപരിധി അനുസരിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പുതിയ ബില്ല് കൊണ്ടുവരും. 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക. ജെൻസി ക്ഷമിക്കണം കേട്ടു. സംസ്ഥാനങ്ങളുടെ കൂടി അഭിപ്രായം കൂടി കേട്ട ശേഷമായിരിക്കും തീരുമാനം. പിയാ സുനിലുണ്ട് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. പിയാ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. പിയാ സുനിൽ, നമ്മളൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ് ഒരു നിയമം കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചതാണ്. സാധാരണ അങ്ങനെ പറയാൻ പാടില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും ഇതിത്തിരി കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇത് കുട്ടികളിൽ ഏൽപ്പിക്കുന്ന മാനസികാഘാതത്തെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടന്നിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ജെൻസി കുട്ടികൾ പ്രവചനാതീതമായ രീതിയിൽ ചില കാര്യങ്ങളിൽ പെരുമാറുകയും ചെയ്തിട്ടുണ്ട്, പോസിറ്റീവായും നെഗറ്റീവായും. എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം, പിയാ സുനിൽ? അരുൺ, ഗുഡ് മോർണിംഗ്. ഏതായാലും ചില നിയന്ത്രണം അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും വലിയ ആശങ്കയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉള്ള പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെയൊക്കെ തന്നെ ഇടപെടൽ ഉണ്ടാക്കുന്നത്. ഏതായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് വിമർശനങ്ങൾ വന്ന സാഹചര്യത്തിൽ ഈ മേഖലയിൽ നിന്നൊക്കെ ഉയർന്നു വന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരുകൾ നൽകിയ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. കുട്ടികളിൽ സമ്പൂർണ്ണമായി സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നില്ല. പകരം പ്രായപരിധി വിവിധ ഭാഗമായി തിരിച്ചുകൊണ്ട്, അതായത് 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 12 മുതൽ 16 വയസ്സ് വരെയും 16 മുതൽ 18 വയസ്സ് വരെയും എന്ന രീതിയിലൊക്കെ തന്നെ വേർതിരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരിക. ഇതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ കൂടുതൽ സമയം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവരിക, കൂടുതൽ സമയം പല സമയത്തായി ഈ സോഷ്യൽ മീഡിയയിൽ ലോഗിൻ ചെയ്യുന്നത് തടയുന്നതിനുള്ള നടപടികൾ, ഇങ്ങനെയുള്ള ചില ആലോചനയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ഒരു ബില്ല് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറാക്കുകയാണ്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്ര സർക്കാർ അഭിപ്രായം തേടിയിരുന്നു. ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ബില്ല് തയ്യാറാക്കുന്നത്. കർണാടക സർക്കാർ നമുക്കറിയാം 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ച ഒരു തീരുമാനം സമീപകാലത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിലും ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനമുണ്ട്. അപ്പോൾ ഇതെല്ലാ സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത്. 8 മുതൽ 12 വയസ്സ് വരെ, 12 വയസ്സ് മുതൽ 16 വയസ്സ് വരെ, 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെ, ഇങ്ങനെ ഉള്ള പ്രായക്രമത്തിൽ ഓരോ പ്രായത്തിൽ ഏതൊക്കെ മേഖലകളിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടാം, സോഷ്യൽ മീഡിയയിൽ ലോഗിൻ ചെയ്യാം എന്ന കാര്യത്തിലൊക്കെ ആയിരിക്കും നിയന്ത്രണം വരിക. ഏതായാലും ഈ ബില്ല് വന്നാൽ മാത്രമേ അതിന്റെ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഒരു നിയന്ത്രണം വേണം ഇക്കാര്യത്തിൽ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് വ്യക്തമായ അഭിപ്രായമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഓക്കെ, താങ്ക് യു. പിയാസുലാണ് വിവരങ്ങൾ നൽകിയത്. പിയാസുൽ, ഒരു പ്രേക്ഷകരുടെ കമന്റ്, അനൂപ്, കുട്ടികൾക്ക് മാത്രമല്ല പ്രായമായ അപ്പൂപ്പന്മാർക്ക് നിയമം കൊണ്ടുവരണം, ഓർമ്മ നശിക്കാൻ ഇടവരുത്തുന്നുണ്ട് അമിത മൊബൈൽ ഡിജിറ്റൽ ഉപയോഗം എന്ന് ഒരു പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പ്രായമായ ചില അപ്പൂപ്പന്മാരെ അപ്പൂപ്പന്മാരൊക്കെ ഈ മൊബൈൽ എടുത്തു വെച്ചിട്ട് മോനെ ഇതെന്തുവാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തുന്ന കാണാം. അതൊക്കെ വാട്സപ്പിലാണ്. അതൊക്കെ ആസ്വദിച്ചോട്ടപ്പ. ജീവിതം ബാക്കി നിൽക്കുന്ന കുറച്ചു കാലം മനോഹരമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലെ പാട്ടുകളോ ഡാൻസുകളോ ചില സംഭാഷണങ്ങളോ ഒക്കെ രസിച്ചോട്ടെ. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ അതുപോലല്ല. കാര്യം അവർ ചില കാര്യങ്ങളിലൊക്കെ സംഭവമൊക്കെ പഠിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ വേണ്ടാത്തതും പഠിക്കുന്നുണ്ട്. അതും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഭൂഖണ്ഡങ്ങൾ താണ്ടിയാണല്ലോ കുട്ടികളുടെ കലാവിഷ്കാരം പോകുന്നത്. കൊറിയയിൽ നിന്നുള്ള പാട്ട് നമ്മൾ കേട്ടു, ജാപ്പനീസ് പാട്ട് നമ്മൾ കേട്ടു. ഇതൊക്കെ ഈ പുതിയ പിള്ളേരാണ്. പുതിയ കൊറിയൻ ആൽബങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. കാര്യം അവർക്ക് കുറച്ചുകൂടി അവരുടെ കലാലോകം വിസ്തൃതമാകുന്നു. എന്നാൽ അതല്ലാതെ ചില ബന്ധങ്ങളിലും അതല്ലാതെ ചില ആറ്റിറ്റ്യൂഡുകളും ഒക്കെ കുട്ടികൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ശാസ്ത്രീയമായ പഠനം നടത്തി ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് നമ്മളും പറയുക. കാര്യം ഇതിങ്ങനെ തുറന്നു വെച്ചേക്കുകയാണല്ലോ, എന്തും ഇതിനകത്തൂടെ വരും. അതാണ് പ്രധാനപ്പെട്ട കാര്യം.